ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് മോഹൻലാലിൻ്റെ എക്കാലത്തെയും മനോഹരമായ ഒരു സൂപ്പർ ഹിറ്റ് ചലച്ചിത്രമായ ബട്ടർഫ്ലൈസ് എന്ന ഫിലിമിൻ്റെ ഒരു റിവ്യൂ ആണ് ഞാനിവിടെ ഇന്ന് അവതരിപ്പിക്കുന്നത്. ഈ ചിത്രത്തിൻ്റെ കഥാ തിരക്കഥ സംഭാഷണം രചിച്ചിട്ടുള്ളത് AK സാജൻ. ഇതിൻ്റെ സംവിധാനം രാജീവ് അഞ്ചൽ, നിർമ്മാണം മേനക, സുരേഷ് കുമാർ, അതുപോലെ തന്നെ രേവതി കലാമന്ദിർ എന്ന ബാനറിലാണ് ചിത്രം പുറത്തിറങ്ങിയിട്ടുള്ളത്. ഇതിൻ്റെ പശ്ചാത്തല സംഗീതം നിർവഹിച്ചിരിക്കുന്നത് SP വെങ്കടേഷ്, ഗാനരചന K ജയകുമാർ. ജഗദീഷ് സദാശിവൻ എന്ന കഥാപാത്രത്തിന് പാത്രമായിട്ടാണ് അഭിനയിക്കുന്നത്. മോഹൻലാൽ, ഐശ്വര്യ, ജഗദീഷ് തുടങ്ങിയവരാണ് ഇതിൽ പ്രധാനമായിട്ടും അഭിനയിച്ചിരിക്കുന്നത്. മോഹൻലാൽ പ്രിൻസ് എന്ന കഥാപാത്രത്തെയാണിതിൽ അവതരിപ്പിച്ച് വളരെ മെച്ചമാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രിൻസിൻ്റെ സുഹൃത്താണ് ജഗദീഷ്. സദാശിവൻ, ഐശ്വര്യ, പിന്നെ അതുപോലെ തന്നെ ഐശ്വര്യ എന്ന പെൺകുട്ടി, ഐശ്വര്യ ഇതിൽ അഭിനയിച്ചിരിക്കുന്നു. അഞ്ജു, മഞ്ജു എന്നീ 2 ഇരട്ട സഹോദരിമാരുടെ വേഷമാണ് ഐശ്വര്യ അഭിനയിച്ച് മികച്ചതാക്കി മാറ്റിയിരിക്കുന്നത്. ഇവരെ കൂടാതെ ഇതിൽ KP ഉമ്മർ, ഭരതൻ മേനോൻ, NF വർഗീസ്, രാമു, മണിയൻപിള്ള രാജു, കൃഷ്ണൻ ഏറാടി, അതുപോലെ സുകുമാരി, ശ്രീദേവി അമ്മ, പ്രിൻസിൻ്റെ അമ്മ കൽപ്പന, വീട്ടുജോലിക്കാരി പാറുക്കുട്ടി, ഇവരെല്ലാം തന്നെ ഈ ചിത്രത്തിൽ കുറച്ച് കുട്ടികൾ ഒക്കെ അഭിനയിച്ച് ഈ ചിത്രം വളരെ മികച്ചതാക്കി മാറ്റിയിരിക്കുന്നു. ഇതിന് സംഗീതം ചെയ്തിരിക്കുന്നത് രവീന്ദ്രനും പശ്ചാത്തല സംഗീതം ഒരുക്കിയിരിക്കുന്നത് SP വെങ്കടേഷ്. ബോക്സ് ഓഫീസ് ഹിറ്റ് കളക്ഷൻ ചിത്രം തന്നെയായിരുന്നു ഇത്. വളരെ പോപ്പുലറായ 1993 വളരെ പോപ്പുലറായ, ഇന്നും എല്ലാ ആളുകളും കലാപ്രേമികൾ അല്ലെങ്കിൽ സിനിമാ പ്രേമികൾ ഇഷ്ടപ്പെടുന്ന വളരെ മനോഹരമായി ഇപ്പോഴും കണ്ടിരിക്കുവാൻ വളരെ രസകരമായ ഒരു ചലച്ചിത്രം തന്നെയായിരുന്നു ബട്ടർഫ്ലൈസ്. ഇതിൽ ഇത്രയൊക്കെയാണ് ഇതിനെക്കുറിച്ച് നമുക്ക് പറയുവാനുള്ളത്. പിന്നെ ഇതിൻ്റെ കഥ എന്ന് പറയുന്നത്, ഇവർ ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ട് പോകുവാനായിട്ട് പോകുന്നതാണ്. നന്ദുവിന് ഒരു പെൺകുട്ടിയെ ഇഷ്ടമാണ്. ആ പെൺകുട്ടിയെ തട്ടിക്കൊണ്ട് വരുവാനാണ് പ്രിൻസും സദാശിവനും ശ്രമിക്കുന്നത്. പക്ഷേ തട്ടിക്കൊണ്ട് വന്നപ്പോൾ അവർക്ക് ആള് മാറി. അവർ തട്ടിക്കൊണ്ട് വരുന്നത് ഈ അഞ്ജുവിനെയാണ്. അഞ്ജുവാണ് ഐശ്വര്യമായിട്ട് വേഷം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവളിങ്ങനെ ഒരു രാത്രി കഴിഞ്ഞപ്പോൾ അവളെ അവിടെ നിന്നും ഇറക്കി വിടുന്നു. പിന്നെ അവൾക്ക് ഹോസ്റ്റലിൽ ഈ അഞ്ജുവിനെ തിരിച്ചെടുക്കുന്നില്ല. അങ്ങനെ അവൾ എന്ത് ചെയ്യുന്നു, തിരിച്ച് ഈ പ്രിൻസിൻ്റെ വീട്ടിലേക്ക് തന്നെ വരുന്നു. അവിടെ വെച്ച് ഉണ്ടാകുന്ന സംഭവബഹുലമായ ഒരു കഥയാണ് ബട്ടർഫ്ലൈസ്. അവിടെയുള്ള ഇവർ തമ്മിലുള്ള പിണക്കങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള രംഗങ്ങളാണ് ഉണ്ടാകുന്നത്. അപ്പോൾ വീട്ടുകാർ, പ്രിൻസിൻ്റെ അച്ഛനും അമ്മയും സഹോദരങ്ങളും എല്ലാം പ്രിൻസിനെ വളരെയധികം സംശയിക്കുകയും ഒക്കെ ചെയ്യുന്ന അങ്ങനെ ഒക്കെ ചെയ്യുന്നു. അതാണ് ഇതിൻ്റെ ഒരു വഴിത്തിരിവ്, അല്ലെങ്കിൽ ചലച്ചിത്രത്തിൻ്റെ ഗതി. ചലച്ചിത്രം ഇങ്ങനെ ഒഴുകി പോകുന്നു. അപ്പം ഇങ്ങനെയുള്ള ഒരു ചലച്ചിത്രമാണിത്. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഒരു ദിവസം പല അവസരത്തിലും ഈ അഞ്ജുവിനെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ വേണ്ടി സദാശിവനും പ്രിൻസും കൂടി പ്ലാൻ ചെയ്യുന്നു. പക്ഷേ ആ പദ്ധതികളൊന്നും തന്നെ വിജയിക്കുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പത്രത്തിൽ ഒരു ന്യൂസ് കാണുന്നു. അഞ്ജുവിൻ്റെ ഫോട്ടോയാണ് കാണുന്നത്. 2 വർഷമായി ഈ കുട്ടി മരിച്ചിട്ട്. അപ്പോൾ 2ാം ചരമവാർഷികം. അപ്പോൾ ഇവർക്ക് ഈ ഫോട്ടോ കണ്ട് വളരെ ഇതാരാണെന്ന് അറിയുവാനുള്ള ജിജ്ഞാസ ഉണ്ടാവുകയും അത് കണ്ടെത്തുവാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അത് കണ്ടെത്തുന്നു. അതായത് ഈ അഞ്ജുവിൻ്റെ സഹോദരിയാണ് 2 വർഷം മുമ്പ് മരിച്ചുപോയി. അതായത് കേണൽ
ദേവൻ നമ്പ്യാരുടെ മക്കളാണ് ഇരട്ട സഹോദരിമാരായ മഞ്ജുവും അഞ്ജുവും. കേണൽ നമ്പ്യാർ ജോലിയിലായിരിക്കെ കേണൽ നമ്പ്യാരുടെ ഓഫീസിലുള്ള പലർക്കും കേണൽ നമ്പ്യാരോട് വൈരാഗ്യമുണ്ടായിരുന്നു, വിരോധം ഒക്കെ ഉണ്ടായിരുന്നു. അതായത് അവിടെ നിന്നും ആയുധങ്ങൾ കടത്തിക്കൊണ്ട് പോകുന്ന ഒരു സംഘമുണ്ടായിരുന്നു. അവർക്കെതിരെ ഇദ്ദേഹം പരാതി കൊടുക്കുകയും അവരെ അറസ്റ്റിലാവുകയും ഒക്കെ ചെയ്തു. അപ്പോൾ അതിനെ ചൊല്ലി ദേവൻ നമ്പ്യാരോട്, കേണൽ ദേവൻ നമ്പ്യാരോട് അവർക്ക് ഭയങ്കര വൈരാഗ്യമുണ്ടാകുന്നു. അപ്പോൾ അദ്ദേഹം റിട്ടയർ ചെയ്തു. അപ്പം കേണൽ നമ്പ്യാരുടെ ഭാര്യ ഈ കുട്ടികൾ കുഞ്ഞായിരിക്കുമ്പോൾ മരിച്ചുപോയി. ബാംഗ്ലൂർ സിറ്റിയാണ് ഈ ചിത്രത്തിൻ്റെ ലൊക്കേഷൻ. വളരെ രസകരമാണ് ഈ ലൊക്കേഷൻ കാണുവാൻ. ഈ അഞ്ജു അല്ലെങ്കിൽ ഐശ്വര്യ കാർ ഓടിച്ചു പോകുന്നതും മോഹൻലാലിൻ്റെ ആ തുറന്ന വണ്ടി ഇങ്ങനെ ഓടിച്ചു പോകുന്നതുമൊക്കെ ബാംഗ്ലൂർ സിറ്റിക്ക് ചേർന്ന നല്ല പശ്ചാത്തലമായിട്ടിങ്ങനെ പോകുന്നതുമൊക്കെ കാണുവാൻ വളരെ രസകരമാണ്. വാഹനം ഇങ്ങനെ അനായാസമായിട്ട് അഞ്ജു ഓടിച്ചുകൊണ്ട് പോകുന്നതും എല്ലാം കാണുവാൻ വളരെ രസകരമായിട്ടാണ് നമുക്ക് അനുഭവമാകുന്നത്. അങ്ങനെ അപ്പോൾ ഇവളുടെ കേണൽ മേനോൻ റിട്ടയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ നേരത്തെ ദേഷ്യമുണ്ടായിരുന്ന ആളുകൾ വന്ന് ഇദ്ദേഹത്തെ ആക്രമിക്കുകയും അദ്ദേഹത്തെ കെട്ടിയിട്ടിട്ട് മകളെ മഞ്ജുവിനെ റേപ്പ് ചെയ്യുകയും ചെയ്യുന്നു. മഞ്ജു അച്ഛൻ്റെ തോക്കെടുത്ത് സ്വയം വെടിവെച്ച് മരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഇങ്ങനെ മരിച്ചു കിടക്കുന്ന സമയത്താണ് അഞ്ജു പുറത്തു പോയിരുന്നു വീട്ടിൽ തിരിച്ചെത്തുന്നത്. ഈ ഹൃദയഭേദകമായ കാഴ്ചയാണ് അഞ്ജു കാണുന്നത്. അപ്പം കേണൽ ദേവൻ നമ്പ്യാർ മകളെ പീഡിപ്പിച്ച ആളുകളെയെല്ലാം ഒന്നൊന്നായി വെടിവെച്ച് കൊല്ലുന്നു. അപ്പോൾ അതിൽ കേണൽ നമ്പ്യാരെ ജയിൽ ശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തെ തൂക്കിക്കൊല്ലുവാൻ വിധിച്ചു. അപ്പോൾ അതിൽ മനംനൊന്താണ് ഈ മകൾ കഴിയുന്നത്. അച്ഛനെ എന്ന് തൂക്കിലേറ്റുന്നുവോ അന്ന് തന്നെ ഇവളുടെ ജീവൻ അവസാനിപ്പിച്ച അച്ഛൻ്റെ കൂടെ പോകണം എന്നുള്ളൊരാഗ്രഹത്തിൽ ഇവളിങ്ങനെ ഇരിക്കുകയാണ്. ഉള്ളിൽ കടലോളം ദുഃഖമുണ്ട്, എങ്കിലും ആ ദുഃഖം ഒളിപ്പിച്ചാണ് ഈ വീട്ടിലെ കുട്ടികളുമായിട്ടൊക്കെ ചിരിച്ചുല്ലസിക്കുകയും ഒക്കെ ചെയ്യുന്നു. അവളുടെ ദേഷ്യവും കോപവും ഒക്കെ കാണുവാൻ വളരെ രസകരമായിട്ടാണ് ഈ ഐശ്വര്യ. എനിക്ക് തോന്നുന്നു ഐശ്വര്യയാണ് ഇതിൽ മികച്ച അഭിനയം കാഴ്ചവെച്ചിരിക്കുന്നു. ഐശ്വര്യ വളരെ രസമാണ് ഐശ്വര്യയുടെ അഭിനയം നമുക്ക് കണ്ടിരിക്കുവാൻ. അഞ്ജുവായിട്ടുള്ള അഭിനയം എത്ര കണ്ടാലും മതിയാവുകയില്ല ആ അഭിനയം. അപ്പോൾ അങ്ങനെ ആണ് ഈ കഥ പോകുന്നത്. അപ്പോൾ ഇവർ ഇതെല്ലാം അറിഞ്ഞിട്ട് അഞ്ജുവിൻ്റെ അച്ഛനെ ജയിലിൽ പോയി സദാശിവനും പ്രിൻസും കൂടി കാണുകയാണ്. അപ്പോൾ അച്ഛനോട് എല്ലാ വിവരവും പറയുന്നുണ്ട്. അപ്പോൾ അച്ഛനോട് നേരത്തെ തന്നെ മകൾ ഈ വിവരമെല്ലാം ജയിലിൽ പോയി അച്ഛനെ സന്ദർശിച്ച് ഇവരെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം എന്താ പറയുന്നത്, ഈ മകളുടെ ഒരു ബർത്ത്ഡേ അച്ഛനവരെ പറയുകയാണ്, എൻ്റെ മകൾക്ക് ഒരു ബർത്ത്ഡേ ആണ് വരുന്നത്, അവൾക്കൊരു ചെറിയ ഗിഫ്റ്റും ഒരു ചെറിയ സദ്യയും നടത്തി കൊടുക്കണം എന്ന് ഇവരോട് അപേക്ഷിക്കുന്നു. അവർ അന്നേ ദിവസം അവളെ അമ്പലത്തിൽ പോയി ദീർഘായുസ്സിന് വഴിപാടൊക്കെ ചെയ്ത് അവൾക്ക് കുറിയൊക്കെ തൊട്ടുകൊടുത്ത് അവളെ കൊണ്ട് സെറ്റ് സാരിയൊക്കെ ഉടുപ്പിക്കുന്നു. അപ്പോഴുള്ള പാട്ടാണ് വാ വാ മനോരഞ്ജിനി എന്ന ഗാനം. MG ശ്രീകുമാറിൻ്റെ ആലാപന ശൈലി, അത് വളരെ മോഹൻലാലിൻ്റെ അഭിനയം, അതിനൊക്കെ വളരെ യോജിച്ച ഒരു രംഗം, പശ്ചാത്തല സംഗീതം, ആ സംഗീതം, ആ രംഗചിത്രീകരണം, ആ അഭിനയം ഒക്കെ അതൊക്കെയാണ് നമ്മളെ പ്രേക്ഷകരെ ഈ സിനിമ കാണുവാൻ പിടിച്ചിരുത്തുന്ന ഒരു ഘടകം തന്നെയാണ്. MG ശ്രീകുമാറിൻ്റെ സൗണ്ട് വളരെ നന്നായിരുന്നു ആ രംഗത്തിന്. അതായത് പ്രിൻസിൻ്റെ അഭിനയത്തിനും പ്രിൻസിൻ്റെയും സദാശിവൻ്റെയും പിന്നെ അതുപോലെ തന്നെ അഞ്ജുവിൻ്റെയും അഭിനയത്തിന് ചേരുന്ന വോയിസ് തന്നെയായിരുന്നു MG ശ്രീകുമാർ കൊടുക്കുന്നത്. നല്ല അതിമനോഹരമായിട്ട് അവളും അഭിനയിച്ചിട്ടുണ്ട് ആ രംഗത്തിൽ. അങ്ങനെ ബർത്ത്ഡേ എല്ലാം കഴിഞ്ഞു. അപ്പോഴാണ് വീട്ടുകാർ വന്ന് KP ഉമ്മറും സുകുമാരിയും സഹോദരങ്ങളും എല്ലാം വരികയും ഇവളെ ഒരുപാട് ആക്ഷേപിക്കുകയൊക്കെ ചെയ്യുന്നു. അവൾ അവിടെ നിന്ന് ഇറങ്ങി പോകുവാനായിട്ട് ശ്രമിക്കുകയാണ്. അങ്ങനെ ഈ
ജഗദീഷ് സദാശിവന് ഈ ജ്യേഷ്ഠൻ NF വർഗീസ് അടിക്കുന്ന രംഗമാണ്. അത് കണ്ടുകൊണ്ടാണ് പ്രിൻസ് വരുന്നത്. അപ്പോൾ ഇവളും അത് ഉടനെ തന്നെ പുറത്തേക്ക് പോകുവാൻ ഒരുങ്ങി നിൽക്കുകയാണ്. അവളെ അകത്ത് പിടിച്ച് കൊണ്ടുപോയി പൂട്ടിയിട്ട് അവളുടെ വണ്ടിയുടെ ടയറെല്ലാം എടുത്ത് ഒളിച്ചു വെക്കുന്ന കാഴ്ച നമുക്ക് കാണുവാൻ കഴിയുന്നു. അപ്പോൾ എന്തായാലും അവർ ഇതിനകത്ത് പ്രേംകുമാറിൻ്റെ അഭിനയവും വളരെ മികച്ചത് തന്നെയാണ്. അച്ഛനൊരു ദയാഹർജി മകളെ കൊണ്ട് കൊടുപ്പിക്കുന്നു. അവസാന ദിവസമാകുമ്പോഴേക്ക് ഇവളിവിടെ നിന്നും കാണാതാവുകയും ഉടനെ തന്നെ അവർക്ക് ദയാഹർജി അച്ഛൻ്റെ വധശിക്ഷ കുറച്ചുകൊണ്ട് ജീവപര്യന്തമാക്കി കുറച്ചെന്നുള്ള അറിയിപ്പ് വരികയൊക്കെ ചെയ്യുന്നു. പക്ഷേ ചില സംഘടനകൾക്ക് ശേഷം പ്രിൻസും സദാശിവനും പോയി ഈ കുട്ടിയെ രക്ഷിച്ചു കൊണ്ടുവരുന്നു. ഇവൾ തൂങ്ങി മരിക്കുവാനായിട്ട് പോവുകയാണ്. അവളെ രക്ഷിച്ചു കൊണ്ടുവരുന്ന രംഗമാണ് നമുക്ക് അവസാനം കാണുവാൻ കഴിയുന്നത്. അങ്ങനെ അവർ ഒന്നിച്ച് ചേരുന്ന രംഗമാണ് നമുക്കിതിൻ്റെ അവസാനം ഒരു സുഖപര്യവസായിയായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. എന്തുകൊണ്ടും എക്കാലത്തും മികച്ച ഒരു ചിത്രം തന്നെയായിരുന്നു ഈ ബട്ടർഫ്ലൈസ് എന്നതിൽ യാതൊരു സംശയവുമില്ല. കൂട്ടിനിളങ്കിളി എന്ന ഗാനം വളരെ മനോഹരമായിരുന്നു.